ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അടുപ്പിൽ തന്നെയാണ് ഇന്നത്തെ പാചകം മുഴുവനും. എനിക്കിപ്പോൾ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് കുഞ്ഞാഗ്രഹമുള്ളൂ. വേറൊന്നുമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഒരു രൂപ വേണമെങ്കിൽ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കണം. ഏട്ടൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെളിയിൽ കൂടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ വന്നാൽ കൂടി നമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അയ്യോ, കയ്യിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ വാങ്ങില്ല, കാരണം കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. മിക്ക ഭാര്യമാരുടെ അവസ്ഥയും ഏകദേശം എന്നെ പോലെ തന്നെയായിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് അവരൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്നത് അല്ലേ. അങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിനെയല്ലേ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതും. അതേപോലെ അവരുടെ ഒപ്പം നിന്ന് അവൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെ പോലെയുള്ളവരാണല്ലേ. കാരണം അവർ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്താ പറയുക, ആ ഒരു വരുമാനത്തിന് വേണ്ടി ചിലവർ അയ്യോ ആ ഒരു വരുമാനം കിട്ടിയിട്ട് വേണം മക്കളുടെ ഫീസ് അടയ്ക്കുക, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നവരുണ്ട് എന്നെപ്പോലെ. പക്ഷെ നമ്മുടെ അങ്ങനെയുള്ളവരുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ വീഡിയോ റെക്കമെൻഡ് ചെയ്താൽ തന്നെ അത് കാണാൻ ആളുകളില്ല. കാരണം അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഫോണില്ല, വീഡിയോസൊക്കെ ക്ലിയർ കമ്മി. അതുകൊണ്ട് അവരുടെ വീഡിയോസ് ആരും കാണാറുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറേ ആൾ നോക്കും, പക്ഷെ ഇടയിൽ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആൾക്കാരുടെ പരിഹാസം കൊണ്ടും ആൾക്കാരുടെ കുത്തുവാക്കൊക്കെ കേട്ടിട്ടായിരിക്കും അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു വഴിയില്ലാതെ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എത്ര സങ്കടം ഉണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ഇതിന്ന് ഫസ്റ്റ് ഇൻകം പൈസ കിട്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ ഫീസായാലും അല്ലെങ്കിൽ എൻ്റെ മോൾക്കായാലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ഒരു പൈസ കയ്യിലൊരു 10 രൂപ വേണമെന്നാണ് ചില അമ്മമാർ ആഗ്രഹിക്കും. സ്കൂളിൽ നിന്ന് ഫീസ് ടീച്ചേഴ്സ് ചോദിക്കുന്നതിൻ്റെ മുന്നേ 1 മാസമെങ്കിലും അവർ ചോദിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയതാണെങ്കിൽ എന്ന് എത്രത്തോളം എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവും അറിയോ. അങ്ങനെയുള്ളവൻ്റെ ചാനലാണ് കൂട്ടാക്കി സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നല്ല മില്യൺ വ്യൂസുള്ള ഒരു സ്ഥിരം വരുമാനമുള്ളവരുടെ വീഡിയോസ് എന്തായാലും ആൾക്കാർ കാണും, അതേപോലെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. പക്ഷെ അവരിൻ്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ചെറിയ യൂട്യൂബേഴ്സിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അവരുടെ വീഡിയോ ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനും വെച്ച് നമ്മൾ ചിന്തിക്കണം. അവരൊരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നമ്മളെ പോലെയുള്ളവർ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ ചിന്തിക്കണം. അല്ലാതെ ഒരിക്കലും അവൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോകാനും അതേപോലെ ചാനൽ കൂട്ടാക്കാതിരിക്കാനും ശ്രമിക്കരുത്. കാരണം ചെറുതിൽ നിന്നാണല്ലോ വലുതിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ അവരിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അവൻ്റെ ലൈവിലേക്ക് പോവുക, വീഡിയോസുകൾ പരമാവധി ഷെയർ ചെയ്യുക. അവരിനെ മുന്നിലെത്തിക്കാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തത്, ഇത്രയും നേരം പറഞ്ഞത്. അല്ലാതെ മറ്റുള്ളവരുടെ അല്ല, എൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന 2-3 പേരിനെ എനിക്കറിയാം. അവരെന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ മാത്രമല്ല കഷ്ടപ്പെടുന്നത്, അവരും എന്നെ പോലെ ഉണ്ട്. ഞാൻ ഇതുവരെ ചിന്തിച്ചത് എൻ്റെ വീഡിയോ വൈറലാവുന്നില്ല, എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, സബ് കൂടുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ അവരിങ്ങനെ മെസ്സേജ് അയക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു, എന്നെ പോലെ തന്നെയല്ല അവരും. അതുകൊണ്ട് ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം. ഇതുപോലുള്ള ചാനലുകളുണ്ടെങ്കിൽ അവരിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് 2-3 തവണയായി പറയുന്ന, എന്നാലും നിങ്ങൾ എന്നാൽ കൂടി അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. ഇനി നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ് ഇന്നത്തെ പാചകം മുഴുവൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അടുക്കളയിൽ തന്നെയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ അങ്ങനെ ചോറായി, സംസാരിക്കുമ്പോഴേക്കും ചോറായി. അതേപോലെ തന്നെ കറി, കുമ്പളങ്ങ കറിയാണ് വെച്ചത് കേട്ടോ. കുമ്പളങ്ങ കറിയായി. ഇതാ അടുത്ത കൊണ്ടാട്ടം വറ്റൽ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് അടുത്തത് ചെയ്യുന്നത്. അത് വറുക്കുകയാണ് കേട്ടോ. വറുക്കുക എന്ന് പറയും ഞങ്ങൾ. നിങ്ങളുടെ ഭാഷയിൽ എന്ത് പറയും എനിക്കറിയില്ല. വറ്റൽ വറുക്കുക എന്ന് പറയും. ചിലവിടെ കൊണ്ടാട്ടം എന്ന് പറയും. ഞങ്ങളുടെ ഇവിടെ വറ്റൽ എന്നാണ് കേട്ടോ പറയുന്നത്. വേറെ വല്ല പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ വറ്റൽ വറുത്ത് കഴിഞ്ഞു. എനിക്കും അടുപ്പിനും യാതൊരു ഒഴിവുമില്ല പറഞ്ഞ പോലെയാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ വിറകുകളൊക്കെ ഉണ്ട്, എന്നാലും ഗ്യാസിൽ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു പേടി കിട്ടിയപ്പോൾ വേഗം അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ചപ്പാത്തി വരെ ഞാൻ അടുപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആ ഒരു അവസ്ഥയായി. പക്ഷെ വേഗം അടുപ്പിലാവുമ്പോൾ വേഗം പണികൾ ഒരുങ്ങും. പക്ഷെ അടുത്ത് തന്നെ നിൽക്കണം, അതാണ് ഒരു ബുദ്ധിമുട്ട്. നമ്മെല്ലാം ഗ്യാസിലാവുമ്പോൾ കമ്മിയാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. അടുപ്പിലാവുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം എല്ലാ സാധനങ്ങളായാലും തേങ്ങയായാലും എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. കാരണം വിറക് നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നായി ചിലപ്പോൾ വേഗം കത്തും. അപ്പം അതുകൊണ്ട് അടുത്ത് നിന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ കൊണ്ടാട്ടം, അതായത് വറ്റലൊക്കെ ഇതാ വറുത്തുകൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തത് കുടിക്കാൻ വെള്ളം വെക്കണം കേട്ടോ. കുട്ടികൾക്ക് ചുടുവെള്ളം വേണം തിളപ്പിച്ച്. എപ്പോഴും കുട്ടികൾ മാത്രമല്ല, ഞങ്ങളായാലും ശരി വലിയവരായാലും ആരായാലും ചുടുവെള്ളം മാത്രമേ ഇവിടെ കുടിക്കുകയുള്ളൂ കേട്ടോ. പക്ഷെ മക്കൾ പിന്നെയും ഞങ്ങളെ കാണാതെ പച്ചവെള്ളം കുടിക്കും. പക്ഷെ എനിക്ക് പച്ചവെള്ളം പറ്റില്ല. പച്ചവെള്ളം കുടിച്ചാൽ അപ്പം ചുമ വരും.